हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। कैसे जा रहा है? तो आज हम लेने वाला है हमारे यूनिट 2 का ചാപ്റ്റർ 2 യൂണിറ്റ് 2 का ചാപ്റ്റർ 2 രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈറ്റ് ക്യാപ്പ് ആണ്. कौन है इसकी रचयिता? ആരാണ് രചിച്ചിട്ടുണ്ടായിരുന്നത് ഈ കഹാനി? വൈറ്റ് ക്യാപ്പ് एक कहानी है. किसने रचना की है ये वाइट कैप की? ആരാണ് ഈ വൈറ്റ് ക്യാപ്പ് എന്ന സ്റ്റോറി ആരാണ് എഴുതിയത്? ലോക് ബാബു ആണ് അല്ലേ. ലോക് ബാബു രചിച്ച വൈറ്റ് ക്യാപ്പ് എന്ന സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. तो बच्चों റെഡി അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്തോളൂ നമുക്ക്. तो എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. സോ ശീർഷകന് നമുക്ക് എന്താണ് ശീർഷകിന്റെ ആ ഒരു പ്രത്യേകത? ശീർഷകൻ എന്ന് പറഞ്ഞാൽ തലക്കെട്ടാണ് അല്ലേ. ആ ശീർഷകിന്റെ പ്രത്യേകത തന്നെ എന്താണ് നോക്കാം. വൈറ്റ് ക്യാപ്പ് ആണ് അല്ലേ. വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെള്ള തൊപ്പിനെയാണ് എന്ത് പറയാ, വൈറ്റ് ക്യാപ്പ്. നമ്മൾ ക്രിക്കറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ ക്രിക്കറ്റേഴ്സ് ഒക്കെ. ഇത് ക്രിക്കറ്റുമായിട്ടൊരു ബന്ധമുള്ള കഥയാണ് അല്ലെ, ഒരു ക്രിക്കറ്റുമായിട്ടൊരു കണക്ഷൻ ഈ ഒരു കഥയ്ക്ക് ഉണ്ട്. സോ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇത് നീലയാണ്, മറിച്ച് ഇവിടെ വൈറ്റ് ക്യാപ്പ് ആയിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വൈറ്റ് ക്യാപ്പ്, വെള്ള തൊപ്പിയാണ് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയുടെ ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത എന്താണ്, ആരാണ് ഇതിന്റെ ലേഖകാരാണ്? ലേഖകോണ് ലോക് ബാബുജിയാണ് ഇതിന്റെ ലോക് ബാബു. അതാരും ലോക ബാബു എന്ന് പറയരുത്, ഇറ്റ്സ് ലോക് ബാബു. ലോക് ബാബു എന്നാണ് രചയിതാക്ക നാം. ഓക്കെ, ആരാണ് രചന രചിച്ചത്? ആരാണ് ഈ കഹാനി എഴുതുന്നതെന്ന് ചോദിച്ചാൽ ലോക് ബാബു. ലോക് ബാബു കാ വൈറ്റ് ക്യാപ്പ് കഹാനിയാണ്. വിത എന്ന് പറഞ്ഞത് കഹാനിയാണ്. വിത ഏത് കാറ്റഗറിയാണ്? കഹാനിയാണ്, സ്റ്റോറിയാണ്. ആരാണ് മുഖ്യ പാത്ര? കോൺ ഹേ ഇസ് കഹാനി കി മുഖ്യ പാത്ര? കേശവ് ഹേ ഇസ് കഹാനി കി മുഖ്യ പാത്ര. കേശവ് എന്ന കഥാപാത്രമാണ് ഈ കഥയിലെ മുഖ്യ പാത്രമായിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. तो बच्चों रेडी अल्ले? तो जाते हैं अगले पे. तो നമുക്കൊരു കഥയിലൂടെ ഈ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കിയാലോ. വെരി ഈസി ഒരു സ്റ്റോറി ടൈം. സോ കഹാനി കാ സമയ്. तो കഹാനി പറയാം. എന്താണ് കഥയുടെ തുടക്കത്തിൽ ജോ ഏക് ബച്ച, ഒരു കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 8ാം ക്ലാസ്സിലല്ല, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കേശവ് എന്ന് പറയുന്നത്. സോ അവൻ എന്താണ്, അവൻ്റെ മുത്തച്ഛൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്. പിന്നീട് എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ എന്താണ്, അവൻ്റെ അച്ഛൻ അമ്മ താമസിക്കുന്ന പട്ടണത്തിലേക്ക് മാറുന്നു. സോ അവിടെ പോയപ്പോൾ എന്താണ്, കുറച്ചു പേർക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സ്ഥലം അവൻ കാണുകയുണ്ടായി. സോ അവരുടെ കൂടെ ഇവനും ക്രിക്കറ്റ് കളിക്കാൻ ചേരാൻ പോകുന്നു. പക്ഷെ എന്താണ്, ആരും അവനെ കൂട്ടുന്നില്ല ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, സോ അവനെ പുതുതായിട്ട് വന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, എന്താണ് നമ്മൾ പറയത്തില്ല, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവനെ മുതലെടുക്കുക എന്ന് പറയുന്ന പോലെ അവനെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. കാരണം എന്താണ്, ക്രിക്കറ്റ് അടിച്ച ബോളൊക്കെ പുറത്തു പോകുമ്പോൾ ആ ബോൾ എടുത്ത് കൊണ്ടുവരിപ്പിക്കാനും, അതുപോലെ എന്തൊക്കെയാണ് ബോളൊക്കെ എവിടെയൊക്കെ കുടുങ്ങിയാലും അതൊക്കെ അവനെ കൊണ്ടെടുപ്പിക്കുന്നു. പക്ഷെ അവന് ക്രിക്കറ്റിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് എന്നൊരു പരിപാടി ഇവന് കിട്ടത്തില്ല. ബോളിങ്ങും ബാറ്റിംഗ് ഒന്നും ഇവന് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ വെറുതെ ബോൾ എടുത്ത് കൊണ്ടു കൊടുക്കുക എന്ന രീതിയിലാണ് അവനെല്ലാവരും കളിയാക്കി അവനെ മാറ്റി നിർത്തിക്കപ്പെട്ടത്. അതാണ് നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്, അവന്റെ ഒരു കുട്ടിക്ക് മുറിവ് പറ്റുന്നു. അതായത് ഒരു ദിവസം കേശവ് എന്താണ് ഇതുപോലെ ഒരു ഛത്തിൽ കയറിയപ്പോൾ അവിടുന്ന് സ്ലിപ്പായി താഴെ വീണു, കാല് പൊട്ടി. ഓക്കെ, അപ്പോഴാണ് അവൻ ആശുപത്രിയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന സമയത്താണ് അവൻ്റെ സുഹൃത്തുക്കൾക്ക് മാനസാന്തരം വന്നത്. കാരണം ഇത്രയും നാൾ അവരുടെ ആ കേശവ് എന്ന ബാലനെ എങ്ങനെയാണ് പെരുമാറിയത്, അവനെ സ്വന്തം സുഹൃത്തിനെ പോലെ കാണാതെ അവനോട് പെരുമാറിയ രീതിയൊക്കെ അവരെ വളരെ കുറ്റബോധം അവനെ നേരെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് എന്താണ്, അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് കേശവന് എന്താണ് ഇവിടെ അധികകാലം അവന് തിരിച്ച് അവൻ്റെ പാരൻസ് അവനെ നോക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തിരിച്ചവൻ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോ അതുകൊണ്ട് എന്താണ് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു മാനസാന്തരം വന്നു. കാരണം ഇത്രയും കാലം ചെയ്തതിൻ്റെ കുറ്റങ്ങൾക്കൊക്കെ ഒരു പശ്ചാത്താപം മനസ്സിൽ വരികയും അവർ എന്താണ് അവനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവനെ സുഹൃത്തായി അവരെ അക്സെപ്റ്റ് ചെയ്യുകയും. സോ അവൻ്റെ ആഗ്രഹമായിരുന്നു ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് എന്താണ് അവന് എക്സാംസ് ഇതിനു മുമ്പൊക്കെ എന്താണ് എക്സാംസിനൊക്കെ അച്ഛനോട് പറയാറ്, നല്ല മാർക്ക് കിട്ടിയാൽ എന്താണ് നല്ല മാർക്കൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് ബോളൊക്കെ വാങ്ങിച്ചു തരില്ലേ അച്ഛനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അച്ഛൻ പറയുന്നു അടുത്ത എക്സാംസിന് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ലാഗ് ചെയ്യിപ്പിക്കും. പക്ഷേ ഇപ്പോഴെന്താണ് ഇവൻ്റെ സുഹൃത്തുക്കളൊക്കെ അവന് ഓരോ സമ്മാനം പോലെ ക്രിക്കറ്റ് കളിക്കുക എന്ന ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ അവൻ പോകുമ്പോൾ അവന് കൊടുക്കുകയാണ്. അതിൽ നിന്നാണ് ഒരു വൈറ്റ് ക്യാപ്പ് എന്നത്. സോ വൈറ്റ് ക്യാപ്പ് എന്താണ്, അവസാനം അവൻ ഓട്ടോയിൽ പോകുമ്പോൾ വീശിക്കൊണ്ട് പോവുകയാണ്, യാത്ര അയക്കുകയാണ്. സോ അങ്ങനെ അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധം അവിടെ ഉടലെടുക്കുന്നു എന്നതാണ് ഈ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി. വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി കാ ജസ്റ്റ് സാരാംശ്. कैसे है बच्चों? വെരി ഗുഡ്. സോ ഇതിലൂടെ തന്നെ നമുക്ക് ഈ കഹാനി ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഓത്തർ കോൺ ഹേ ഇസ് കഹാനി കി ഓത്തർ. just we have to understand who is the author. നമുക്കൊന്ന് ഓത്തറിനെ മനസ്സിലാക്കാം. സോ കോൺ ഹേ, ഓതർ കോൺ ഹേ? സോ ക്യാ ഹേ? ലോക് ബാബു ആണ്. വെരി ഈസി ഹിന്ദിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
സോ നിങ്ങൾ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്ന് നോക്കിയാൽ മാത്രം മതി. ലോക് ബാബു ആണ്. ഓക്കെ, ലോക് ബാബു ആണ്. ലോക ബാബു അല്ല, ലോക് ബാബു എന്നാണ് എഴുതുമ്പോൾ ലോക അങ്ങനെ പറയരുത്, ലോക് ബാബു. സോ അടുത്ത എന്താണ്? ലോക് ബാബു ഛത്തീസ്ഗഡ് സെ ഹേ. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിൽ നിന്നാണ്. वो कहाँ से है? छत्तीसगढ़ से है. उनकी कहानियां गांव के लोगों और उनके जीवन के बारे में होती है. ഉൻകി കഹാനി, ഉൻകി ഒരുപാട് കഥകളൊക്കെ എന്താണ് നാട്ടിലെ ആ ജനങ്ങളെ കുറിച്ചാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കഹാനികൾ എന്നാണ് പറയുന്നത്. ഉन्होंने जो व्हाइट कैप कहानी में मजदूरों और उनके बच्चों की बातें लिखी है. व्हाइറ്റ് ക്യാപ്പ് എന്ന കഹാനിയിൽ, സ്റ്റോറിയിൽ എന്താണ് जो मजदूर കൂലിപ്പണി ചെയ്യുന്നവർ അവരുടെയൊക്കെ കുടുംബങ്ങളെ, കുട്ടികളെയൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈറ്റ് ക്യാപ്പ് എന്ന രചന രചിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബച്ചോ റെഡി? അടുത്തത് നമ്മൾ പറഞ്ഞുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും ഏതൊരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും വൊക്കാബുലറീസ്. ഇഫ് യു ഹാവ് വൊക്കാബ്സ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തും എഴുതാം. സോ വൊക്കാബുലറി നമുക്ക് പഠിക്കാം. സോ നല്ല രീതിയിൽ കുറച്ച് വൊക്കാബുലറീസ് പഠിച്ചാലോ ഈ കഹാനിയ ഇതിലും ഉപയോഗിക്കാം, പുറത്തും ഉപയോഗിക്കാം. സോ വൊക്കാബുലറീസ് പഠിക്കുവാണെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ബസാഹട്ട് എന്ന വേർഡ് എന്താണ്? ബസാഹട്ട് എന്ന് പറയുന്നതിനെ വാസസ്ഥലം അല്ലെങ്കിൽ കോളനി ഒക്കെയാണ് ബസാഹട്ട് എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അടുത്തത്? ശക്കൽ. ശക്കൽ എന്ന് പറയുമ്പോൾ രൂപത്തിനെയാണ് ശക്കൽ. ഉസ്കെ ശക്കൽ देखने में बहुत अच्छा है ना, അവന്റെ രൂപം കാണാൻ നല്ല രസമുണ്ട്. നിർമ്മാണധീൻ. जो നിർമ്മാണധീൻ मतलब हो गया നിർമ്മാണത്തിൽ ആയിട്ടുള്ളതിനെയൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ത് പറയാ? നിർമ്മാണധീൻ എന്ന് പറയുന്നത്. മസ്ദൂർ എന്താണ്? മസ്ദൂർ का मतलब होता है जो काम करने वाला, തൊഴിലാളികളെയാണ് മസ്ദൂർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? दूसरा क्या है? गटरी है. गटरी का मतलब क्या है? गटरी എന്ന് പറയുന്നത് इसको बोलते हैं भांडम, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു കെട്ടിനെയാണ് जो ഗട്ടരിയിലേക്ക് जा रहा है, ഒരു ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്, ഗട്ടരിയിലേക്ക് जा रहा है. അടുത്തെന്താണ്? ചുൽഹാ സുൽഘന का मतलब बोलता है അടുപ്പിനെ എന്താണ്? അടുപ്പ് കത്തിക്കുന്നതിനെയാണ് എന്ത് പറയാ? ചുൽഹ. ചുല എന്ന് പറയുന്നത് എന്താണ്? അടുപ്പിനെയാണ് ചുല എന്ന് പറയുന്നത്. ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഓർക്കുന്നുണ്ടോ? ചുൽഹ. നിങ്ങൾക്ക് റെഡി? അടുത്തത് അസ്ഥായി. അസ്ഥായി എന്ന് പറയുമ്പോൾ ഇത് ടെമ്പററി ആയിട്ടാണ്, ज़्यादा नहीं जाएगा, अस्थाई है, टेम्पररी ആണ് എന്ന് പറയാനാണ് അസ്ഥായി എന്ന് പറയുന്നത്. ഡേര ഹുവാ ഹൈ. ഡേര जो കൂടാരം എന്ന അർത്ഥത്തിലൊക്കെയാണ് പറയുന്നത്. അതായത് താമസിക്കുന്ന ആ ഒരു കൂടാരത്തിലാണ് ഡേര. ये ढेरा बहुत सुंदर है ना, सुंदर ढेरा है आपका. അടുത്തത് मजबूर पड़ जाता है. मजबूर. मजबूर इट्स ए गुड वर्ड. मजबूर है, किसी भी काम करने के लिए मजबूर पड़ जाते हैं हम. നിർബന്ധിതരാകുന്നു എന്നാണ് മജ്ബൂർ എന്നതിന്റെ അർത്ഥം. ഓക്കെ, ചക്കർ ലഗാന. ചക്കർ ലഗാന, एक दो बार ചക്കർ ലഗാ കെ ആത്താ ഹോ. ഒന്ന് ചുറ്റി നടന്നിട്ട് ഞാൻ വരാം. एक दो बार ചക്കർ ലഗാ കെ ആത്താ ഹോ, ചുറ്റി നടക്കുക. അടുത്തത് എന്താണ്? ഖോപ്പടി എന്നാണ്. നിങ്ങൾക്ക് നോട്ടിൽ വരാം. അവിടെ ചെറുതായിട്ട് ഒന്ന് മടങ്ങിയിട്ട് തലയോട്ടി എന്ന് പറയുമ്പോൾ ഖോപ്പടി. ശരി, ഖോപ്പടി തൊടുതുക എന്ന് പറയുന്നത് തലയോട്ടീനെയാണ് ഖോപ്പടി എന്ന് പറയുന്നത്. സ്കള്ള്, ഖോപ്പടി. റെഡി? ആപ്കോ നോട്ട് മേ മിലേഗ. നോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അടുത്തത് എന്താണ്? സഹാനുഭൂതി എന്ന് പറയുന്നത് എന്താണ്? സഹാനുഭൂതി എന്ന് പറയുമ്പോൾ സെയിം നമ്മൾ സിമ്പത്തി എന്ന് ഉപയോഗിക്കുമ്പോഴാണ്. ഹംദർദിയാണ് എംപത്തി. എംപത്തി എന്ന് പറയാൻ ഹംദർദി. ഹംദർദി എന്നാണ് പറയാ. എഴുതി കാണിക്കണോ? സഹാനുഭൂതി ഉണ്ടാകാം, മറിച്ച് നമുക്ക് എന്താണ്? എംപത്തിയാണ് ലൈഫിൽ വേണ്ടത്. എംപത്തിയാണ് നമുക്ക് ലൈഫിൽ വേണ്ടത്. അതെങ്ങനെ എഴുതാം? ഹം. റെഡി വെച്ചോ? ദേഖ് ഹം ദർദി. तो दर्दी. റെഡി? तो बच्चों हमदर्दी സഹാനുഭൂതിയാണ് നമുക്ക് വേണ്ടത്. സോ हमदर्दी आप लिख सकते हैं. हमदर्दी അതാണ് എംപത്തിയെ പറയുന്നത്. हमदर्दी, एम्पैथी. सो वेरी गुड बच्चे. तो बच्चों हमदर्दी का मतलब है एम्पैथी എന്ന് പറയുന്നതാണ്. അടുത്ത എന്താണ്? മാസൂമിയത്ത്. മാസൂമിയത്ത് എന്ന് പറയുന്നത് എന്താണ്? നിഷ്കളങ്കതയാണ്. മാസൂമിയത്ത് എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ് മാസൂമിയത്ത് പറയുന്നത്. ജാപ്പഡ്. ജാപ്പഡ് എന്ന് പറയുന്നത് അടിക്കുക, തല്ലുകയാണ് ജാപ്പഡ് എന്ന് പറയുക. അടിക്കുക, തല്ലുക. ഘൂഘാർ. ഘൂഘാർ ये देखने में बहुत घूंघार है, ഭയാനകമായിട്ടുള്ളതാണ് ഘൂഘാർ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? അഹാഥ. ജോ അഹാഥ. അഹാഥ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആ മുറ്റത്തിനിണക്കെയാണ് അഹാഥ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? അപമാനിത്. ഓക്കെ, അപമാനിത് ഹോനെ സെ. ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപമാനിത് ഹോന ഹി ബെഹത്തർ ഇൻവെസ്റ്റ്മെന്റ് है. तो क्या है? आग्रह. आग्रह होना. आग्रह होना क्या मतलब है? ആഗ്രഹ്. ഇവിടെ ആവശ്യപ്പെടുക. നമ്മൾ ഇച്ഛ ആണ് ആഗ്രഹം. മലയാളത്തിൽ ഇച്ഛ എന്ന് പറയുന്നതാണ്, ഇച്ഛയാണ് ഹിന്ദിയിൽ ആഗ്രഹം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇച്ഛ ഇസ് ആഗ്രഹം. മറിച്ച് ഇവിടെ എന്താണ്? ആഗ്രഹം എന്ന് എഴുതിപ്പെടുക എന്താണ്? ഉച്ച ആഗ്രഹ കർത്ത, ആവശ്യപ്പെടുക എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡപഡ്ന ക മതലബ് എന്താണ്? ഡപ്പട്ന. ഡപ്പട്ന ശകാരിക്കുക.
റുവാസ റുവാസ എന്ന് പറയുന്നതിന് കരച്ചിലിനെയാണ് റുവാസ ആസു കരച്ചിൽ ആസു റുവാസ കരച്ചിലാണ് ചകിത് ഹോന ഇസ് ഓൾസോ ഗുഡ് വേർഡ് ചകിത് ഹോന അത്ഭുതപ്പെടുക ആശ്ചര്യപ്പെടുക ചകിത് ഹോന വെരി ഗുഡ് ബച്ചേ അടുത്തെന്താണ് ഇവിടെ വരുന്നത് നെക്സ്റ്റ് ബഡ് ബടാന കാ മത്ലബ് ഹോത്താ ഹൈ പിറുവിറുക്കുക നമ്മളിങ്ങനെ ജോ പിറുവിറുത്ത് പറയുന്നില്ലേ അതിനെയാണ് എന്ത് പറയുന്നത് ബഡ് ബടാത്തെ ക്യാ കർത്തയോ ഏനാ ബഡ് ബടാന എന്ന് പറയുന്നത് ചന്ദ കാ മത്ലബ് ഹോത്താ ഹൈ എന്തെങ്കിലും ഡൊണേഷനൊക്കെയാണ് എന്ത് പറയുക ചന്ദ ആജ്കൽ ചന്ദ ബഹുത് ജാ രഹാ ഹൈ ചന്ദ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാം ഹക്ക ബക്ക എന്ന് പറയുന്നത് എന്താണ് സ്റ്റണ്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സ്റ്റണ്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എന്ത് പറയാ സ്തബ്ധമായ സിറ്റുവേഷനാണ് ഇക്ലൗത്തി ബേട്ട എന്ന് പറയുന്നതാണ് ഒരേ ഒരു കുട്ടീനെ പറയാം ഇക്ലൗത്തി നല്ലൊരു വേർഡാണ് ഇക്ലൗത്തി ഒരേ ഒരു എന്ന് പറയാനാണ് കോസ്ന എന്ന് പറയുന്നതാണ് ശപിക്കുക എന്നാണ് കോസ്ന എന്ന് പറയുക ബുൻബുനാന അമർഷത്തിനാണ് ബുൻബുനാന എന്ന് പറയുക ഓക്കെ ബേസുദ് എന്ന് പറയുന്നത് എന്താണ് ബേസുദ് ഹോക്കെ മെനെ ഇസ് കാം കോ കിയാ ഹൈ ബോധമില്ലാതെയാണ് ഈ ചെയ്തത് എന്ന് പറയാണ് ബേസുദ് ജതൻസെ കർദോ യാർ സൂക്ഷിച്ച് ചെയ് എന്ന് പറയാൻ ജതൻസെ തക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അറ്റ് ദ മൊമെന്റ് തക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഠിഖാന താമസ സ്ഥലത്തിന് തന്നെയാണ് ഠിഖാന എന്ന് പറയുന്നത് ജോപ്പടി നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്തെന്താണ് തക്ലീഫ് എന്നാണ് ബുദ്ധിമുട്ടിനാണ് കോയി തക്ലീഫ് ഹൈ ആപ്കോ മേരെ തരഹ് സെ കോയി തക്ലീഫ് തോ നഹീ ഹൈ നാ എൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയാനാണ് എന്ത് പറയുന്നത് തക്ലീഫ് എന്ന് പറയുന്നത് അടുത്തെന്താണ് സാബൂത്ത് ഓക്കെ സാബൂത്ത് എന്ന് പറയുന്നത് കേടുപാടില്ലാത്തതാണ് സാബൂത്ത് എന്ന് പറയാം മറിച്ച് സബൂത്ത് ആണെങ്കിൽ തെളിവിനെയാണ് സബൂത്ത് എന്ന് പറയുന്നത് സാബൂത്താണ് കേടുപാടില്ലാത്തത് വെരി ഗുഡ് അല്ലെങ്കിൽ എല്ലാം മൊത്തം എന്ന അർത്ഥത്തിലും പറയാം ഈ സാബൂത്ത് എന്ന് പറയുന്ന വേർഡിനെ വെരി ഗുഡ് ബച്ചോ അടുത്തത് തക്ലീഫിന് എന്ത് പറയാം വീണ്ടും ബുദ്ധിമുട്ടിനാണ് സാബൂത്ത് എന്ന് പറയുന്ന കേടുപാടില്ലാത്ത തന്നെയാണ് സോംപ്ന എന്ന് പറയുന്ന ഒന്നിനെ ഏൽപ്പിക്കുക എന്നാണ് അടുത്തത് ഏറ്റവും കൂടുതൽ അവസാനമായി ലഹരാന എന്ന് പറയുന്നതാണ് വീശുക ലഹരാത്തെ ജാരാന ഓട്ടോയിൽ പോകുമ്പോൾ ആ തൊപ്പി ഒന്ന് വീശുന്നു ലഹരാന അതാണ് ലഹരാന എന്ന വേർഡ് നല്ലൊരു വേർഡാണ് വെയ്വിനൊക്കെയാണ് ലഹരാന പറയുക വീശുകയൊക്കെ ലഹരാന എന്ന് ഉപയോഗിക്കാം നമുക്ക് ബച്ചോ റെഡി വൊക്കാബുലറി സ്റ്റഡിയാണ് നേരെ നമ്മൾ സമ്മറിയിൽ പഠിക്കാൻ പോവാണ് നല്ല എളുപ്പത്തിൽ സമ്മറി പഠിച്ചെടുക്കാം ബച്ചോ റെഡി ഒഴിവാക്കലും ആഗ്രഹവും ഏതാണ് ചിലവർ നമ്മളെ മാറ്റി നിർത്തപ്പെടും അതുപോലെ അവൻ്റെ ആഗ്രഹം ഒക്കെയാണ് ഒന്നാമത്തെ ഭാഗം 3 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട് സോ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം കേശവ് अपनी तीसरी कक्षा की परीक्षा के बाद शहर से अपने माता पिता के पास जाने की जिद करता है മൂന്നാമത്തെ ക്ലാസ്സിൽ എന്താണ് അവന്റെ കേശവ് എന്ന കഥാപാത്രം ഇവിടെ വന്നു കഴിഞ്ഞു സോ കേശവ് എന്താണ് अपनी तीसरी कक्षा की परीक्षा के बाद അവന്റെ 3ാം ക്ലാസ്സിലെ എക്സാമിന് ശേഷം എവിടത്തേക്കാണ് शहर में अपनी माता पिता के पास जाने की जिद करता है പട്ടണത്തിൽ അവന്റെ അച്ഛൻ അമ്മയുടെ കൂടെ പോകാൻ അവൻ വാശി പിടിക്കുന്നു जिद करना വാശി പിടിക്കുക അടുത്തത് എന്താണ് वह अक्सर പലപ്പോഴായിട്ട് എന്താണ് नए बल्ले और व्हाइट कैप के साथ क्रिकेट खेलने का सपना देखता है സ്വപ്ന देखता है നോട്ട് था അല്ല കണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല മറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കാണാറുണ്ട് എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് വഹ് അക്സർ അവൻ പലപ്പോഴായിട്ട് അക്സർ ഓഫൺ പലപ്പോഴായിട്ട് ഓഫൺ എന്ന് പറയാനാണ് OFTEN ഓഫൺ പലപ്പോഴായിട്ട് നയേ ബല്ലെ എന്ന് പറയുമ്പോൾ പുതിയ ബോള് അതുപോലെ തന്നെ എന്താണ് അവർ വൈറ്റ് ക്യാപ് കെ സാത്ത് അതുപോലെ തന്നെ ഒരു വെള്ള തൊപ്പിയുടെ കൂടെ ക്രിക്കറ്റ് ഖേൽനെ കാ സപ്ന देखता है ക്രിക്കറ്റ് കളിക്കുന്ന സ്വപ്നം അവൻ കാണാറുണ്ട് ലേക്കിൻ നീന്ത് മേ ബഡ്ബടാനെ പർ ഉസ്കെ മാതാപിതാ ഉസ്സെ ഢാണ്ഡത്തെ ഹേ ഉറക്കത്തിൽ എന്താണ് അവൻ ഇതുപോലെ എന്താണ് ബഡ്ബഗാന അവനെ ആ ഒരു മർമർ ചെയ്യുക ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് അത് മന്ത്രിച്ചുകൊണ്ട് തന്നെ ഉറക്കുമ്പോൾ പോലും അവൻ്റെ ക്രിക്കറ്റിലുള്ള അതിയായ ആഗ്രഹം കാരണം അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാരൻസ് അവനെ ഇതിലൂടെ ശകാരിക്കുന്നു ഷഹർ കെ ലഡ്കെ ഉസ്സെ അപ്നെ ഖേൽ മേ ഷാമിൽ നഹീ കർത്തെ ഷഹർ കെ ലഡ്കെ പട്ടണത്തിലെ കുട്ടികൾ എന്താണ് ഉസ്സെ അപ്നെ ഖേൽ മേ ഷാമിൽ നഹീ കർത്തെ അവരുടെ കളിയിൽ അവനെ കൂട്ടത്തില്ല ബൽക്കി പകരം എന്താണ് ഉസെ അപ്നി ഹാസി മസാഖ് കാ വിഷയ ബനാ ലേത്തെ ഹേ അവരുടെ ചിരിയും കളിയുടെ ഒക്കെ ഒരു സബ്ജക്റ്റ് മാത്രം ഒരു വിഷയം മാത്രമാക്കിയിട്ട് അവനെ മാറ്റുന്നു അടുത്തതാണ് इसके बावजूद ഇതിന് പുറമെ इसके बावजूद केशव गेंद उड़ाकर लाने और
എന്താണ് പന്ത് എടുത്തു കൊണ്ടുവരുന്നതും और അതുപോലെ തന്നെ എന്താണ് अनुपस्थित खिलाड़ियों की कमी पूरी करके उनके लिए उपयोगी बन जाता है. അതിനെന്താണ് കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് പുറത്തു പോകുന്ന പന്തുകളൊക്കെ നിങ്ങൾക്ക് അതിന്റെ മലയാളം ഇവിടെ കാണാവുന്നതാണ്. പുറത്തു പോകുന്ന പന്ത് എടുത്തു കൊണ്ടുവരാനും കൊണ്ടുവന്ന് കളിക്കാനും ഇല്ലാത്തപ്പോൾ പകരക്കാരനായിട്ട് ആരെങ്കിലും इसमें आप देख सकते हैं क्या है अनुपस्थित खिलाड़ियों की कमी. खिलाड़ी പ്ലേയേഴ്സിനെയാണ് ഖില്ലാടി, ബല്ലേബാസ് എന്ന് പറയുമ്പോഴാണ് ബാറ്റർ എന്നർത്ഥത്തിൽ പറഞ്ഞത്. ഖില്ലാടി ബല്ലേബാസ്. തോ ഇവിടെ എന്താണ് ഖില്ലാടി പ്ലേയേഴ്സ് ഇല്ലാത്ത സമയത്ത് അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കയറ്റലും അതുപോലെ തന്നെ ബോൾ എടുത്തു കൊണ്ടുവരിക. ക്യാ ഹൈ ഇസ്മേ ഇസ്കെ ബാവജൂദ് കേശവ് ഗേന്ദ് ഉടാക്കർ ലാനെ ഓർ പന്ത് എടുത്തു കൊണ്ടുവരിക എന്നതൊക്കെയാണ് അവന് ഉത്തരവാദിത്തമായിട്ട് കൊടുക്കാറ്. അല്ലാണ്ട് അവനെ കളിപ്പിക്കുക എന്ന കാര്യം ഇവർ ചെയ്യാറില്ല. ഇതിന്റെ മലയാളം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് നോക്കാം. 3ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം നഗരത്തിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ കേശവ് നിർബന്ധം പിടിക്കുവാണ്. എക്സാംസ് ഒക്കെ നിങ്ങളെപ്പോലെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് പേരൻസിന് കൂടെ നിൽക്കാം. കാരണം പേരൻസ് മസ്ദൂറാണ്. എവിടെയാണ് പട്ടണത്തിൽ താമസിച്ച് അവരവിടെ താമസിച്ച് ജോലി ചെയ്യുകയാണ്. സോ പുതിയ ബാറ്റും വെള്ളത്തൊപ്പിയും അണിഞ്ഞ് ക്രിക്കറ്റ് കളിക്കുന്ന അവൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു. എന്നാൽ ഉറക്കത്തിൽ പിറുവിറുത്തുന്നതിന് മാതാപിതാക്കൾ അവനെ ശകാരിച്ചു. മാതാപിതാക്കൾ എന്താണ് ഇങ്ങനെയൊക്കെ എപ്പോഴും ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ പോലും ഇവൻ ക്രിക്കറ്റിനെ പറയുമ്പോൾ മാതാപിതാക്കൾ അവനെ ശകാരിക്കുന്നു. അടുത്തെന്താണ് നഗരത്തിലെ ആൺകുട്ടികൾ അവനെ കളിയിൽ ഉൾപ്പെടുത്തിയില്ല. പകരം അവനെ കളിയിൽ ഉൾപ്പെടുത്താതെ പകരം എന്താണ് അവർ ചെയ്യുന്നത്? അവർ അവനെ തമാശകൾ പറഞ്ഞ് കളിയാക്കുന്നു. അവരെ തമാശകൾ പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും പുറത്തു പോകുന്ന പന്ത് എടുക്കാത്തത് കൊണ്ട് കളിക്കാനില്ലാത്തപ്പോൾ പകരക്കാരനായി നിന്ന് കേശവ് അവർക്ക് ഉപകാരപ്പെടുന്നു. പന്ത് എടുത്തു കൊണ്ടുവരും കളിക്കാരില്ലാത്തപ്പോൾ പകരക്കാരനായിട്ടും കേശവ് അവർക്ക് ഉപകാരപ്പെടുകയാണ് ചെയ്യുന്നത്. സോ 2ാമത്തെ ഭാഗമാണ് അടുത്തത്. ഇനിയാണ് സംഭവവും വഴിത്തിരിവും. ഓക്കെ, ഇനി സംഭവവും കുറച്ച് ഇൻസിഡൻസും ഇനി ഒരു ഡൈവേർജൻസ് ആയിട്ട് ഒരു വഴിത്തിരിവും. ഓക്കെ, ഡൈവേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റോറിയുടെ മെയിൻ പ്ലോട്ടിലേക്ക് പോകാൻ പോവാണ്. ക്രിക്കറ്റ് की गेंद एक निर्माणाधीन इमारत की तीसरी मंजिल पर अटक जाती है. ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ എന്താണ് ഒരു തവണ നമ്മുടെ എവിടെയാണ് നിർമ്മാണത്തിലായിട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ നിർമ്മാണധീൻ നേരത്തെ ഒരു വൊക്കാബുലറി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ 3ാം നിലയിൽ എന്താണ് ഈ ജോ ഗേന്ദ് ജാക്കെ അടക് ഗയ. ഓക്കെ, ഗേന്ദ് ജാക്കെ ഫസ് ഗയ, കുടുങ്ങിപ്പോയി. അപ്പോൾ ആരാണ് കേശവ് ബഹദൂരി സെ ഗേന്ദ് ലാനെ കെ ലിയെ ഇമാരത്ത് പർ ചढ़ता है. അപ്പൊ കേശവ് ബഹദൂരി വെരി ഗുഡ്, കറേജിയസ് കറേജിയസ് ആയിട്ട് എന്താണ് അവൻ പോയിട്ട് നേരെ നമ്മുടെ ഛത്തിൽ പോയിട്ട് കയറുകയാണ്. ജോ ഏക് മുഷ്കിൽ और खतरनाक काम था. അത് വളരെ അപകടകരമായിട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പണിയായിരുന്നു. ജബ് ഉസെ ഗേന്ദ് മിൽ ജാത്തി ഹൈ, അപ്പോൾ അവന് ആ പന്ത് കിട്ടുമ്പോൾ എന്താണ് तो दूसरे लड़के खुश हो जाते हैं. അപ്പോൾ മറ്റു കുട്ടികൾ എന്താണ് സന്തോഷവരാകുന്നു. ഉൻകാ കാം ബൻ ഗയാ കാരണം ആ പന്ത് കിട്ടിയപ്പോൾ എന്താണ് അവരുടെ പരിപാടി കഴിഞ്ഞു. കാരണം പന്ത് കിട്ടിയ ഇവർ കളിക്കാൻ ഇവരെ കൂട്ടോ ഇല്ലയോ എന്ന് അവരുടെ ഒരു പ്രശ്നമേ അല്ല. ഇവർക്ക് ക്രിക്കറ്റ് കളിക്കണം എന്ന് മാത്രമാണ് ഇവരുടെ ചിന്ത. लेकिन वे यह सोचना भूल जाते हैं कि കേശവ് സുരക്ഷിത് നീച്ചെ കേശെ ഉത്തരേഗ. അപ്പൊ അവർ ചിന്തിച്ചില്ലായിരുന്നല്ലോ 3ാം നിലയിൽ അവനെ കയറ്റി വിട്ടു, അവൻ പന്ത് തന്നു, പിന്നെ അവൻ എങ്ങനെ തിരിച്ച് സേഫായിട്ട് താഴെ എത്തുന്നു അവർ ചിന്തിച്ചിട്ടില്ല. വേ യഹ് സോച്ചന ഭൂൽ ജാത്ത ഹൈ, അവർ ഇത് ചിന്തിക്കാൻ മറന്നു പോകുന്നു. കി കേശവ് സുരക്ഷിത് നീച്ചെ കേശെ ഉത്തരേഗ, കേശവ് എങ്ങനെ സുരക്ഷിതമായി നീച്ചെ ഉത്തരേഗ താഴെ ഇറങ്ങും. നീച്ചെ ഉത്തരത്തെ സമയ കേശവ് ഇമാരത്ത് സെ ഗിർകർ ഘായൽ ഹോ ജാത്ത ഹൈ. നീച്ചെ ഉത്തരത്തെ സമയ താഴെ ഇറങ്ങുന്ന സമയത്ത് എന്താണ് नीचे उतरते समय उस पर घायल पड़ जाता है. घायल മുറിവ് ഘായൽ. സോ ഘായൽ, നോട്ട് ദ വേർഡ് ഘായൽ. കുറച്ചും കൂടെ ആഴത്തിലുള്ള മുറിവിനാണ് ഘായൽ പറയാ. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ ചോട്ട് എന്ന് പറയും. മുറിവിന്റെ ആഘാതം പോലെയാണ് ഘായൽ അതുപോലെ തന്നെ ചോട്ട് ഉപയോഗിക്കുന്നത്. तो क्या है ഇമാരത്ത് അവൻ വീണുന്നു, അവന് പരിക്ക് പറ്റുന്നു. ഇനിയാണ് വഴിത്തിരിവ്. ഇത് ഒന്നും മലയാളത്തിൽ നമുക്ക് നോക്കാം. അവരുടെ ക്രിക്കറ്റ് ബോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ 3ാം നിലയിൽ കുടുങ്ങിപ്പോയി. ബുദ്ധിമുട്ടുള്ളതും അപകടകരമായ ആ കെട്ടിടത്തിലേക്ക് പന്തെടുക്കാനായി കേശവ് ധൈര്യത്തോടെ കയറി. അവൻ പന്ത് കൈക്കലാക്കിയപ്പോൾ തങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതിൽ മറ്റു കുട്ടികൾ സന്തോഷിച്ചു. പക്ഷെ കേശവ് എങ്ങനെ സുരക്ഷിതമായി താഴോട്ട് ഇറങ്ങുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടെന്താണ് താഴെ ഇറങ്ങുന്നതിനിടെ കേശവിന്റെ സ്ലിപ്പായി നിലത്ത് വീഴുകയും അവന് പരിക്ക് പറ്റുകയും ചെയ്തു. ഓക്കെ, तो बच्चों അവസാനത്തെ ഭാഗമാണ് നമ്മുടെ കഥയിലെ ആ ട്വിസ്റ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. സഹാനുഭൂതിയുടെ ആ ഒരു പ്രമേയം എങ്ങനെയാണ് ഇതിലേക്ക് വളർന്നത്, സഹാനുഭൂതി എങ്ങനെയാണ് അവരുടെ ഇടയിൽ വരുന്നതെന്ന് നോക്കാം. കേശവിനെ मुसीबत में पड़ा देखकर लड़कों का उपेक्षा का भाव दुख और सहानुभूति में बदल जाता है. उपेक्षा का भाव അവരുടെ അവഗണനയുടെ ആ ഒരു ഭാവം മാറിയിട്ട് എന്താണ് ഇവനോടുള്ളൊരു സഹാനുഭൂതി, ഒരു എമ്പതി അവരിൽ തോന്നുവാണ്. ആ ഒരു സഹാനുഭൂതി സിമ്പതിയാണ്. സോ
അവർക്കൊരു അവരെ ഒന്ന് സഹായിക്കാനുള്ളൊരു സിമ്പതി അവർക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു പെരുമാറ്റം തന്നെ മാറി. കാരണം അവൻ നമുക്ക് വേണ്ടി ഇത്തിരി ചെയ്തതല്ലേ, എന്നിട്ടും അവൻ വീണപ്പോൾ നമ്മളെല്ലാം നോക്കേണ്ട എന്നൊരു സഹാനുഭൂതി അവരിൽ പേദാവത്ത. ഓക്കെ, അവരിൽ അതൊന്നാണ് ഉറവെടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് വേ ഉസ്കി മദദ് കെ ലിയെ തുരന്ത് ഓട്ടോ യാ ടാക്സി ഖോജനെ കെ ലിയെ ദൗഡ് പടുത്ത ഹേ. അവനെ സഹായിക്കാൻ എന്താണ് പെട്ടെന്ന് തന്നെ ഓട്ടോ ടാക്സി എന്താ കിട്ടുക വെച്ചാൽ അവനെ സഹായിക്കാൻ അത് അന്വേഷിച്ചിറങ്ങുകയാണ്. ലड़के चोट लगने के कारण केशव को अपने माता पिता के साथ गांव वापस जाना पड़ता है. ചോട്ട് എന്ന് പറയുന്ന മുറിവിനെയാണ്. മുറിവ് ആയതുകൊണ്ട് തന്നെ എന്താണ് അവന് മാതാപിതാക്കളുടെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യകത വന്നു. കാരണം പാരൻസിന് എപ്പോഴും നോക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പാരൻസിലല്ല, തിരിച്ച് മാതാപിതായിൽ അവരെ ഒഴിവാക്കിയിട്ട് മാതാപിതായുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് മാറി അവരെ ദാദാ ഒരു ദാദിക്ക് ഗ്രാൻഡ് പാരൻസിന് കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യകത വന്നു. ഓക്കെ, അവിടെ പോയി, അതായത് അച്ഛനമ്മ അവനെ കൂട്ടി തിരിച്ച് എവിടത്തേക്ക് കൊണ്ടാക്കുവാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അതുകൊണ്ട് എന്താണ് അവൻ തിരിച്ച് യാത്രയാക്കാൻ പോവുകയാണ്. സമജ് അവിടെ കൺഫ്യൂസ് ആയിട്ടില്ലല്ലോ. തുമ്മേനെ ബോലാക്കി ഇപ്പോൾ അവരുള്ളത് ടൗണിലാണ്. അപ്പം മാതാപിതാക്കൾക്ക് എന്തായാലും ജോലിക്ക് പോകണം, ഇവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ മാതാപിതാക്കൾ എന്താണ് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് अपने ഗ്രാൻഡ് പാരൻസ് അടുത്ത് കൊണ്ടുവിടും. അതായത് മാതാപിതാ इसको लेके अपने दादा और दादा की पास लेके जा रहा है എന്നാണ് അവിടെ പറഞ്ഞത്. लड़के उसे व्हाइट कैप सहित अपने क्रिकेट के सामान उपहार में देते हैं और वादा करते हैं कि जब वह लौटेगा तो उनकी टीम से खेलेंगे. അപ്പോൾ ഉപഹാരമായിട്ട് എന്താണ് വൈറ്റ് ക്യാപ്പ് കൊടുക്കുകയാണ്. കിസ്കോ ദേ रहा है, कौन दे रहा है, कौन किसको, आर्क कौन किसको दे रहा है. लड़के उसे व्हाइट कैप सहित अपने क्रिकेट का सामान उपहार में देता है. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താണ് ഒരു ഉപഹാരം എന്ന രീതിയിൽ അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവരെന്താണ് ഒരു ഉപഹാരം എന്ന രീതിയിൽ തന്റെ ഫ്രണ്ടിന് എന്ത് കൊടുക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ്, അതുപോലെ തന്നെ ഇത് കുറച്ച് തോഫ സമ്മാനമായിട്ട് ഇതൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്നു, സാമഗ്രികൾ കൊടുക്കുന്നു. കി ജബ് വേ ലൗട്ടേഗ तो उनके टीम से खेलेगा. അപ്പോൾ അവൻ തിരിച്ചെല്ലാം റെഡിയായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവന്റെ ടീമിൽ അവരുടെ കൂടെ കളിക്കും എന്ന പ്രതീക്ഷയോടെ ഉപഹാരങ്ങൾ കൊടുക്കുന്നു. तो जाते समय केशव उनकी नई दोस्ती के प्रतीक के रूप में വൈറ്റ് ക്യാപ്പ് ലഹറാത്ത ഹേ. അവരുടെ പോകുന്ന സമയത്ത് ഒരു പുതിയ ഒരു സൗഹൃദത്തിന് ഉറവിടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവൻ എന്താണ് അതിനൊരു നമ്മൾ വെള്ള കൊടി കാണിക്കുന്ന പോലെ ആ വൈറ്റ് ക്യാപ്പ് വീശിക്കൊണ്ട് ആ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പിന്റെ പാതയ്ക്ക് അവൻ എന്താണ് വഴി തുറക്കുകയാണ് എന്ന രീതിയിൽ ഒരു വൈറ്റ് ക്യാപ്പ് വീശിക്കൊണ്ട് അവൻ യാത്രയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോക് ബാബുജിയുടെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി ഇവിടെ അവസാനിക്കുന്നു. तो बच्चों रेडी, ये है കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്ത് എഴുതാം, ഇതിന്റെ മലയാളം പെട്ടെന്ന് നോക്കാം. കേശവനെ ആഴവരത്തിൽപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ കുട്ടികളുടെ ആദ്യത്തെ അവഗണനയും ദുഃഖവും സഹാനുഭൂതിയും ഒക്കെ മാറി. അവനെ സഹായിക്കാനായി അവർ ഉടനെ തന്നെ ഓട്ടോ ടാക്സിയോ കണ്ടെത്താൻ അവർ ഓടുകയും പരിക്കേറ്റതിനാൽ കേശവനെ മാതാപിതാക്കളോടൊപ്പം ഗ്രാമത്തേക്ക് മടങ്ങേണ്ടി വന്നു. കൂടെ കേശവന് ഗ്രാമത്തേക്ക് മടങ്ങേണ്ടി വന്നു. കുട്ടികൾ അവന് വെള്ളത്തൊപ്പി ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് സാമഗ്രികൾ സമ്മാനിച്ചു. കാരണം അവൻ തിരിച്ചു വരുമ്പോൾ അവരുടെ ടീമിൽ കളിക്കും എന്നൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അവരുടെ പുതിയ സൗഹൃദത്തിന്റെ പ്രതീകമായി അവൻ ക്യാപ്പ് വീശിക്കൊണ്ട് പോവുകയാണ്. വെള്ള ക്യാപ്പ്, ആ ഒരു വെള്ളത്തൊപ്പി വീശിക്കൊണ്ട് അവൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക് ബാബുജിയുടെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനി का अंत होता है. इस कहानी की समाप्त होता है എന്നാണ്. तो बच्चों रेडी, ये है हमारी समरी. अच्छी तरह से पढ़ो. तो अगले वीडियो में हम लेके आएंगे आपके लिए क्वेश्चन आंसर्स. तो बच्चों धन्यवाद, थैंक यू. मिलते हैं अगले वीडियो में, तब तक के लिए धन्यवाद.